മാസിക 20ാം വാർഷികാഘോഷത്തിന്റെ നിറവിൽ അവാർഡ് ദാന പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തുളുനാട് മാസികയുടെ 20ാം വാർഷികവും അവാർഡ് ദാനവും പുസ്തക പ്രകാശനവും കാഞ്ഞങ്ങാട് MN സ്മാരക മന്ദിരത്തിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പല പ്രബലമായ വാരികക്കുള്ളതിനേക്കാൾ കൂടുതൽ സർക്കുലേഷൻ ഇക്കാലത്ത് തുളുനാടിനുണ്ടെന്ന് പറഞ്ഞാൽ തുളുനാട് ഈ ജനങ്ങൾ എത്രയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. നമുക്കറിയാം, ഒരു കാലത്ത് പ്രിന്റഡ് മീഡിയ മാത്രമായിരുന്നു. പിന്നെ പ്രിന്റഡ് മീഡിയ മാറി, പിന്നെ ഇലക്ട്രോണിക് മീഡിയ വന്നു. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. വായനാശീലം പരമാവധി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതേസമയം വായിക്കുവാനുള്ള ത്വര വായനാശീലമുള്ള ആളുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഞങ്ങൾക്കൊക്കെ രാത്രി 12 മണിക്കോ 1 മണിക്കോ ഒക്കെ ബ്രേക്കിംഗ് ന്യൂസ് കേട്ടാലും രാവിലെ പത്രം വായിച്ച് ആ പത്രവായനയോട് കിട്ടുന്ന ഒരു സുഖം ഒരിക്കലും ഈ ബ്രേക്കിംഗ് ന്യൂസിലൂടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ജനങ്ങൾക്കറിയാനുള്ള ഒരു വാഞ്ച, ഒരു ആകാംക്ഷയുണ്ട്. കൃഷ്ണചന്ദ്ര സ്മാരക വിദ്യാഭ്യാസ അവാർഡ് കാറടുക്ക ഹയർ സെക്കൻഡറി സ്കൂളിലെ ജ്യോതികുമാരി പാണൂരിനും വിദ്യാലയത്തിനുള്ള അവാർഡ് കരിവെള്ളൂർ പൂക്കാനം UP സ്കൂളിനും സമ്മാനിച്ചു. MLA E ചന്ദ്രശേഖരൻ വിവിധ അവാർഡുകളുടെ വിതരണവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണശാലയുണ്ട്. ആ പ്രസിദ്ധീകരണശാലയോടൊപ്പം തന്നെയാണ് ഒരു മാസിക. അതിന് 20 വർഷം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ഈ പരിപാടികൾ സംഘടിപ്പിച്ചു. ഞാൻ ആലോചിച്ചത് ഈ മാസികയും അതുപോലെ തന്നെ ചില ദിനപത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സായാഹ്നമുണ്ട്, പ്രഭാതത്തിനുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഉത്തര കേരളത്തിൽ പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ വരെയുണ്ട് അത്തരം പത്രങ്ങളൊക്കെ. ചടങ്ങിൽ TK സുധാകരൻ, KK നായർ, കൃഷ്ണൻകുട്ടി തായന്നൂർ എന്നിവരെ ആദരിച്ചു. MV രാഘവൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ C ബാലൻ, VV പ്രഭാകരൻ, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, അഡ്വക്കേറ്റ് TK സുധാകരൻ, TKD മുഴുപ്പിലങ്ങാട്, ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത്, ഹാരിസ് പെരിങ്ങോം, KK നായർ, TM സുരേന്ദ്രനാഥ്, N ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. കുമാരൻ നാലപ്പാടം സ്വാഗതവും SAS നമ്പൂതിരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.